ആര്യൻ കള്ളൻ, നുണയൻ, നിലപാടില്ലാത്തവൻ, അഹങ്കാരി, അങ്ങനെ പോവാണ് അവൻ്റെ വിശേഷണം ദിവസം കഴിയുന്തോറും. ഇന്നലെ രാത്രിയിൽ അനുമോൾ എന്നെ ചവിട്ടി എന്ന് പറഞ്ഞ അവനൊരു ഇഷ്യൂ അവിടെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കി. അനുമോളല്ല ചവിട്ടിയത്, അനുമോളെ ഇവനാണ് അങ്ങോട്ട് ചവിട്ടിയത്, ഈ നാറി. അത് ആ വീഡിയോ കാണുന്നവർക്ക്, ലൈവ് കണ്ടവർക്ക് നല്ല വ്യക്തമായിട്ട് മനസ്സിലാവും. അനുമോള് മാക്സിമം അവൻ്റെ ദേഹത്ത് കൊള്ളാതിരിക്കാൻ ഒതുങ്ങി അങ്ങ് പോയതാ. പക്ഷെ ഈ നാറി അവൾ അങ്ങോട്ട് ചവിട്ടുന്നുണ്ട്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടായിരിക്കണം അവൻ ഈ അനുമോൾ എന്നെ ചവിട്ടി എന്ന് പറഞ്ഞ് ടിഷ്യൂ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് അവിടെ. കഷ്ടമാടാ. സ്വന്തമായിട്ട് ഒരു ഗെയിം ഇല്ലാത്തതുകൊണ്ടാണോ നീ ബാക്കിയുള്ള പെൺപിള്ളേരുടെ നെഞ്ചത്തോട്ട് കയറിയിട്ട് അവൾ എന്നെ ചവിട്ടി എന്ന് പറഞ്ഞ് ഒച്ച ഉണ്ടാക്കിയത്? അതോ അവൾ തിരിച്ചൊന്നും പ്രതികരിക്കത്തില്ല, അല്ലെങ്കിൽ അവൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ആരും തിരിച്ച് മറുപടി പറയത്തില്ല എന്ന് വിചാരിച്ചിട്ടാണോ? ആണോ? അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ അകത്ത് മിണ്ടാൻ ആൾക്കാർ കാണത്തില്ല. പക്ഷെ നിനക്കിവിടെ പുറത്ത് നല്ല പൊങ്കാലയാണ് മോനെ, ആര്യം മോനെ. പൊങ്കാല എന്നൊക്കെ പറഞ്ഞാൽ അമ്മാതിരി പൊങ്കാലയാ. അതറിയുന്നുണ്ടോ ആര്യം മോനെ? നീ എവിടെ അല്ലേ ഇറങ്ങുമല്ലോ നീ. ഈ ആഴ്ച നീ ഇറങ്ങിപ്പോകേണ്ടതാ. എവിക്ഷൻ ഇല്ലാത്തതുകൊണ്ടല്ലേ മോൻ അതിൻ്റെ അകത്ത് വീണ്ടും കയറി കിടക്കുന്നത്. അടുത്ത ആഴ്ച പുറത്ത് ഇറങ്ങുമല്ലോ. അപ്പോൾ ഒന്ന് നോക്കണം കേട്ടോ സോഷ്യൽ മീഡിയാസ് മൊത്തം. നിന്നിവിടെ പൊങ്കാല ഇടുന്നുണ്ട് ആൾക്കാർ. നിൻ്റെ കയ്യിലിരിപ്പിൻ്റെ ആണത്. നിൻ്റെ കിളികളൊക്കെ പോയോ? അല്ല, അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക. നിൻ്റെ കിളികളൊക്കെ കൂടും കിടക്കൊക്കെ എടുത്തിട്ട് നിൻ്റെ തലേന്ന് ഇറങ്ങിപ്പോയോ? നിൻ്റെ ഓരോ പ്രവൃത്തി കാണുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നേ, നിൻ്റെ കൂടും കിളിയൊക്കെ എങ്ങോട്ടോ പോയെന്നുള്ളത്. ഇനി നീ എപ്പോൾ അതിനെ പിടിച്ച് കൂട്ടിക്കയറ്റാനാ? നീ എന്തൊക്കെയാ അതിൻ്റെ അകത്ത് കാണിച്ചു കൂട്ടുന്നേ? മോഹൻലാലും വന്നിട്ട് പറയുക, ഞാൻ ഇത് കുളിക്കുമ്പോൾ വെക്കണമെന്നുള്ള ഡയലോഗ് ചോദിച്ചെന്നു. ഇല്ല ലാലേട്ടാ, ഞാൻ ചോദിച്ചിട്ടില്ല എന്ന്. എടാ, കാണുന്ന ആൾക്കാർ എന്താടാ പൊട്ടന്മാരോ? ഇങ്ങനെ പോവാണെങ്കിൽ നീ ആ കൊച്ചിനൊക്കെ ഒരു ഉപദ്രവിക്കല്ലോടാ. ഇന്നലെ നീ ആ വഴക്ക് നടന്നതിൽ ചാടി തുള്ളി കയ്യും പൊക്കിക്കൊണ്ട് പോകുന്നുണ്ടായിരുന്നല്ലോ. നിനക്ക് എന്തുവാ? അതിൻ്റെ അകത്ത് ഇരുന്ന് ഭ്രാന്തായോ? അല്ല, അറിയാൻ മേലാന്നിട്ട് ചോദിക്കുക. അമ്മാതിരിയാണ് നിൻ്റെ പ്രവൃത്തികൾ. ആ പെണ്ണിൻ്റെ കിറ്റ് എടുത്ത് ഒളിച്ചു വയ്ക്കുക, എന്നിട്ട് എടുത്തിട്ടില്ല എന്ന് കള്ളം പറയുക, എന്നിട്ട് അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ തിരിച്ചു കൊണ്ട് വെക്കുക, എന്നിട്ട് ഗെയിമാണ് പോലും. ഇതാണോടാ ഗെയിം? ഒരു പെണ്ണിൻ്റെ പേഴ്സണൽ സാധനങ്ങൾ എടുത്തു വെച്ചിട്ട് കളിക്കുന്നതാണോ ഗെയിം? നിനക്കൊക്കെ ഉളുപ്പുണ്ടോ? ഈ നാറിയെ സപ്പോർട്ട് ചെയ്യാൻ വേറെ കുറേ എണ്ണങ്ങൾ. അവന്മാർക്കും ബോധമില്ലേ? ജിസേലിൻ്റെ സാധനങ്ങളങ്ങ് എടുത്ത് വെച്ച് നോക്കണം, അപ്പോൾ അറിയാം അവിടെ നടക്കുന്ന ഭൂകമ്പം. അതൊന്നും അവന്മാർക്ക് ചെയ്യണ്ട. അവൾ പ്രതികരിക്കില്ല അറിയാവുന്നതുകൊണ്ട് അവളെ നെഞ്ചത്തോട്ട് അങ്ങ് കയറണം അല്ലേ? ഞാനിത് പറയുമ്പോൾ കുറേ എണ്ണം വരും, അനു PR എന്നും പറഞ്ഞിട്ട്. ഞാൻ ആരുടെയും PR ഒന്നും അല്ല. എനിക്ക് തോന്നിയ കാര്യം ഞാൻ പറയും. അത് നിങ്ങൾ PR ആയിട്ട് വിചാരിക്കുകയാണെങ്കിൽ അങ്ങനെ. ശരി എന്നാൽ.